ഹായ് ഗൈസ്, ഇന്ന് നമുക്കേ വേറൊരു വിഭവം ട്രൈ ചെയ്യാം കേട്ടോ. എല്ലാവരും ട്രൈ ചെയ്യുന്ന സാധനം തന്നെയാണ്, എന്നാലും റെസിപ്പി കുറച്ച് ഡിഫറെൻറ്റാണ്. ഞാൻ എൻ്റെ വീട്ടിലൊക്കെ ഉണ്ടാക്കി കണ്ടിട്ടുള്ളത് പച്ചരി കുതിർത്ത് അത് അരച്ചുണ്ടാക്കണ ഉണ്ണിയപ്പമാണ് കേട്ടോ. ഇത് പക്ഷേ അതല്ല, ഇത് ഗോതമ്പ് പൊടി ഉപയോഗിച്ചിട്ടുള്ള ഉണ്ണിയപ്പമാണേ. അപ്പോൾ ഞാൻ ഇതിലൊക്കെ റീൽസിലും ഷോർട്സിലൊക്കെ കണ്ടിട്ടുള്ള ഒരു റെസിപ്പിയാണ്. അപ്പോൾ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാനത് കഴിഞ്ഞ ദിവസം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് ബേക്കിംഗ് പൗഡർ ഉപയോഗിച്ച് അപ്പം തന്നെ, ബേക്കിംഗ് സോഡ ഉപയോഗിച്ച് അപ്പം തന്നെ ഇതാക്കി അപ്പം തന്നെ ഉണ്ടാക്കിയിട്ടുള്ള സാധനമാണ് ഇത്. പക്ഷേ രാവിലെ അരച്ച് വെച്ച് ഫെർമെൻറ്റ് ചെയ്തതിന് ശേഷം ഉണ്ടാക്കുന്നതാണ്. അതാണ് ഒരു വ്യത്യാസമുള്ളത്. പിന്നെ നമ്മൾ ഈ ഇട്ട ക്വാണ്ടിറ്റിയിലേക്ക് ആവശ്യത്തിന് ശർക്കര, അത് ശർക്കര പാനിയാക്കിയിട്ട് ഉപയോഗിക്കുക കേട്ടോ. നല്ലതെന്നല്ല, അതാണ് അങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത്. എൻ്റെ ശർക്കര പാനി കുറച്ച് ലൂസായത് കാരണം കൊണ്ട് എനിക്ക് വേറെ വെള്ളമൊന്നും ചേർക്കേണ്ടി വന്നില്ല. മധുരം കറക്റ്റായപ്പോൾ തന്നെ അതിൻ്റെ കൺസിസ്റ്റൻസി ഓക്കെ ആയിട്ടുണ്ടായിരുന്നു. പിന്നെ അതിനകത്തേക്ക് പാളയം കോടമ്പഴം 4 ഇട്ടിട്ടുണ്ടായിരുന്നു, ഒരു 3 ഏലക്കായ, ഒരു പിഞ്ച് ഉപ്പ് ടേസ്റ്റ് ബാലൻസ് ചെയ്യാനായിട്ട് ഇട്ട് നന്നായി അരച്ച് മാറ്റി വെച്ചു. രാവിലെ ഞാൻ 11 മണിക്ക് അരച്ചിട്ട് വൈകിട്ട് 5 മണിക്കാണ് ഉണ്ടാക്കിയത് കേട്ടോ. പിന്നെ വൈകുന്നേരം നമ്മൾ ഉണ്ടാക്കുന്നതിൻ്റെ മുന്നേ ആയിട്ട് ഒരു അരമുറി തേങ്ങ എടുത്തു. ആ അരമുറി തേങ്ങയിൽ നിന്ന് പിന്നെയും പകുതിയാക്കി 1/4 മുറി തേങ്ങ എടുത്തിട്ട് കഷ്ണാക്കിയിട്ട് തേങ്ങാക്കൊത്ത് ആക്കിയിട്ട് നെയ്യിൽ നന്നായി വറുത്തെടുത്തു. അതിനകത്തേക്ക് കുറച്ച് എള്ളും ചേർത്തിട്ട് വറുത്തു കേട്ടോ. നന്നായി വറുത്തതിന് ശേഷം അത് നമ്മൾ ഈ അരച്ച് പുളിച്ചിട്ടൊന്നുമില്ല, മാവൊന്ന് പൊങ്ങാൻ വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, അതിനകത്തേക്ക് ചേർത്തു. നന്നായി ഇളക്കി കൺസിസ്റ്റൻസി ഓക്കെ ആണോ എന്ന് നോക്കി അതിന് ശേഷം നമ്മൾ അപ്പം ഉണ്ടാക്കാൻ തുടങ്ങി, ഉണ്ണിയപ്പം. അപ്പോൾ ഉണ്ണിയപ്പം ചട്ടിയിൽ ഞാൻ എപ്പോഴും ഒരു അര അല്ലെങ്കിൽ 1/4 പാത്രത്തോളം ഒഴിക്കുകയുള്ളൂ. കാരണം എനിക്കത് എടുക്കാൻ കിട്ടിയില്ലെങ്കിലോ എന്നുള്ളൊരു ടെൻഷൻ കാരണം കൊണ്ട് 1/4 പാത്രം. പിന്നെ ഇങ്ങനെ നിറഞ്ഞ് പുറത്തേക്ക് വരും, വലിയ അപ്പമായിട്ട് തോന്നും. അപ്പോൾ അങ്ങനെ ഒരു കാണുമ്പോൾ ഒരു ഭംഗി ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ 1/4 പാത്രം മാവ് ഒഴിച്ചിട്ട് നന്നായി വേവാൻ വെയിറ്റ് ചെയ്തു. അടിഭാഗം വെന്ത് ഒന്ന് കളർ ഇങ്ങനെ സൈഡ് മാറി വരുമ്പോൾ ജസ്റ്റ് സ്പൂൺ വെച്ചിട്ടൊന്ന് തോണ്ടി കൊടുക്കുക. അപ്പോൾ അത് ഫ്രീ ആണോ എന്നുള്ളത് അറിയും. അങ്ങനെ ഫ്രീ ആണോ എന്നുള്ളത് അറിഞ്ഞിട്ട് ഞാൻ ആ സ്പൂണ് വെച്ചിട്ട് തന്നെ മറച്ചിടാൻ നോക്കി. എൻ്റെ കൈ പൊള്ളി, മുഖത്തേക്ക് തെറിച്ചു. പക്ഷേ മുഖത്ത് പൊള്ളലൊന്നും ഏറ്റില്ല ഭാഗ്യത്തിന്. അങ്ങനെ അത് വെന്തു എന്നുള്ളത് ഉറപ്പായി കഴിഞ്ഞപ്പോൾ, മൂത്ത് കഴിഞ്ഞപ്പോൾ പിന്നെ പപ്പടക്കോല് വെച്ചിട്ടായി ചെയ്യൽ കേട്ടോ. അതുവരെ എനിക്ക് പപ്പടക്കോലിൽ പിടിക്കുമോ, അത് കിട്ടാതിരിക്കുമോ എന്നൊക്കെയുള്ള ടെൻഷൻ കാരണം സ്പൂൺ വെച്ചിട്ടാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇങ്ങനെ ഒരു ആപത്ത് വന്നപ്പോൾ വേഗം മാറ്റി പപ്പടക്കോല് തന്നെ ആക്കി. അങ്ങനെ അത് വെച്ചിട്ട് തിരിച്ചിട്ടു. നന്നായി മൂത്തപ്പോൾ ആ പപ്പടക്കോല് വെച്ചിട്ട് തന്നെ അതിന്ന് കുത്തി ഇങ്ങനെ എടുക്കുക കേട്ടോ. നല്ല രസമാണത്. സംഭവം നല്ല രസമായിരുന്നു കേട്ടോ ഉണ്ണിയപ്പം. അതായത് പുറം നല്ല ക്രിസ്പിയാണ്, ഉള്ളിലേക്ക് നല്ല സോഫ്റ്റുമായിട്ട് നല്ല പാകത്തിന് മധുരവും അങ്ങനെ നല്ല അടിപൊളിയായിട്ടുണ്ടായിരുന്നു. എല്ലാവർക്കും ഇഷ്ടമായി. വീട്ടിൽ എല്ലാവരും നന്നായിട്ട് കഴിച്ചു. പിന്നെ ഞാനെടുത്ത 1/4 കപ്പ് പൊടി കൊണ്ട് എനിക്കൊരു 14 എണ്ണത്തോളം ഉണ്ടാക്കാനായി കേട്ടോ. നമ്മളൊരു 4 പേരൊക്കെ ഉള്ള ഒരു ഫാമിലിക്ക് സുഖമായിട്ട് ഇത് ഉപയോഗിക്കാം. അത്രയും എന്താ പറയുക, ടേസ്റ്റുമാണ്. അങ്ങനെ വൈകിട്ട് ഞങ്ങളൊരു കട്ടൻ ചായയുടെ കൂടെ അതങ്ങോട്ട് കഴിച്ചു.